ഈ കാണുന്ന നദി ഏതാണെന്ന് മനസ്സിലായോ? ശബരിമലയ്ക്ക് പോകാനും മാലയിട്ട് വ്രതം എടുത്ത് ഏതൊരു അയ്യപ്പനെ പമ്പയിൽ മുങ്ങിയിട്ട് പാപമുക്തി നേടിയിട്ടുള്ളൂ കേട്ടോ. ശ്രീ അയ്യപ്പനെ പൊന്നമ്പലം വീട്ടിൽ താൻ പാദങ്ങൾ സ്പർശിപ്പിക്കാറുള്ള പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര ഗ്രാമത്തിലെ ദക്ഷിണ ഭഗീരഥി പമ്പ തഴുകി തലോടുന്ന ഋഷികേശ സ്വാമിയുടെ മണ്ണാണ് കേട്ടോ മാടമൺ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലൂടെ കേട്ടോ പുണ്യനദിയെ പമ്പയുടെ പ്രയാണം. ഈ നദിയുടെ ഓരത്ത് കാണുന്ന ഭവനാണ് മണ്ഡകത്ത് തറവാട്. മണ്ഡകത്ത് തറവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പന്തള രാജകുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയ ഒരു തമിഴ് ശൈശവ കുടുംബമാണ് മണ്ഡകത്ത് തറവാട്. ഈ കാണുന്ന ഒരുക്കങ്ങൾ കാണുമ്പോൾ എന്തിനാണെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? പന്തളം കൊട്ടാരത്തിൽ നിന്ന് ശ്രീ ഭഗവാൻ അയ്യപ്പൻ്റെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ 4 വീടുകളിൽ മാത്രമായിട്ട് ആചാരപരമായിട്ട് തിരുവാഭരണം ഇറക്കി വെക്കാറുള്ളൂ. അതിൽ തന്നെ ആദ്യത്തെ വീടാണ് കേട്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തിരുവാഭരണം ഇറക്കി വെക്കുന്നതും ഈ മണ്ഡകത്തെ തറവാട്ടിൽ മാത്രമാണ് കേട്ടോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് താമസിക്കണമെന്ന ഈ തമിഴ് ശൈശവ കുടുംബത്തിനെ കാരണവർക്ക് പന്തള രാജാവ് പതിച്ചു നൽകിയതാണ് ഇന്നീ കാണുന്ന സ്ഥലവും ഭാഗങ്ങളൊക്കെ കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം വനങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലത്തിന് ശബരിമലയ്ക്ക് തിരുവാഭരണം കൊണ്ടുപോകാനൊക്കെ വളരെ ദുഷ്കരമായിരുന്നു. അന്ന് മണ്ഡകത്തെ തറവാട്ടിലെ കാരണവരും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ തിരുവാഭരണം അകമ്പടിയോടെയും ഈ കാട്ടുകള്ളന്മാരുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ച് അകമ്പടി സേവിച്ചിട്ട് തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള നല്ലൊരു ബന്ധമാണ് കേട്ടോ മണ്ഡകത്തെ തറവാടിനും പന്തള രാജകുടുംബമായിട്ടുള്ള. ശ്രീ അയ്യപ്പൻ്റെ തിരുവാഭരണ ഘോഷയാത്ര എതിരേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ മണ്ഡകത്ത് വീടും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കേട്ടോ. ആ ധന്യ മുഹൂർത്തത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയായിട്ടോ ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ ഭവനത്തിലേക്ക് തലേന്ന് രാത്രി ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്ന വിഗ്രഹമുണ്ടോ മണ്ഡകത്ത് വീട്ടിലെ തേവാരമൂർത്തിയായ അയ്യപ്പൻ്റെ വിഗ്രഹമാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ, അതായത് ഈ തിരുവാഭരണ ഘോഷയാത്ര വരില്ല അന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മണ്ഡകത്ത് വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് തിരുവാഭരണത്തിൻ്റെ ഘോഷയാത്ര സമയത്താണ് ഈ തേവാരമൂർത്തിയെ പുറമേയുള്ള ഭക്തർക്ക് ദർശിക്കാനും കാണുവാനും ഉള്ള ഭാഗ്യം ഉണ്ടാകാറുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഭഗവാന്മാരങ്ങനെ ഉടയാട ചേർത്തുന്നതൊക്കെ കാണുന്നതൊക്കെ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും അടുത്തിരുന്നുണ്ടെങ്കിൽ ഭഗവാനെ ഉടയാട ചേർത്തുന്നതൊക്കെ കാണാൻ പറ്റി ഇതിനൊക്കെ. അപ്പോഴത്തേക്കും പുറമേ വന്നപ്പോഴത്തേക്ക് തിരുവാഭരണ ഘോഷയാത്രക്കുള്ള ഒരുക്കങ്ങളിൽ മണ്ഡപത്ത് വീടും വീട്ടുകാരൊക്കെ അതുപോലെ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പുറത്തേക്ക് അന്നദാനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മണ്ഡപത്തെ വീട്ടിലോട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ പുറമെ നടത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നേ. പുറമെ കുറേ ആളുകളൊക്കെ കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ മുഴുവനും ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു ഇതന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മണ്ഡപത്തെ വീട്ടിൽ നിന്ന് ഇതുപോലെ അയ്യപ്പനെ ആ തേവരമൂർത്തിയെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിന് ആദ്യം തന്നെ തുളസിമാലയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ആ ഒരു ഭാഗ്യത്തിനിടയ്ക്ക് തന്നെ എനിക്ക് കിട്ടിയ നല്ലൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആ ഭഗവാന്റെ ഇതുപോലെ തൃപ്പടിയിൽ ഇതുപോലെ പൂക്കൾ അർപ്പിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അയ്യപ്പ ഭക്തനാണ് കേട്ടോ. ഭഗവാന്റെ മുന്നിൽ ഇതുപോലെ പൂക്കളും മനസ്സൊക്കെ അർപ്പിക്കാൻ ഇത്ര അടുത്ത് കിട്ടുന്നതന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അതാണ് ഞാനപ്പോൾ എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മണ്ഡകത്ത് വീട്ടിലെ അമ്മയാണ്. 75 വർഷം ഭഗവാനെ സേവിക്കുവാനും ഭാഗ്യം കിട്ടിയ ഒരു അമ്മയാണ് ഈ മണ്ഡകത്ത് വീട്ടിലെ അമ്മ കേട്ടോ. എന്തൊരു ഭാഗ്യമായിരുന്നു. 75 വർഷമാണ് ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഭക്തിപരമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒക്കെ ഈ അയ്യപ്പൻ്റെ മന്ത്രം, അതായത് ആ ശരണമന്ത്രങ്ങൾ മാത്രമായിരുന്നു കേട്ടോ അവിടെ എങ്ങും മുഴങ്ങി കേട്ടുകൊണ്ടൊക്കെ ഇരുന്നിരുന്നത്. ശരിക്കും നല്ലൊരു ഭക്തി സമൃദ്ധമായൊരു നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ അവിടെ കൂടിയ ആളുകൾക്ക് എല്ലാവർക്കും ഇനി ഒരേ ഒരു ഇത് ധ്വനി അല്ലെങ്കിൽ ആകാംക്ഷ എന്ന് പറഞ്ഞാൽ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഒന്ന് ഇങ്ങോട്ട് എത്തിക്കിട്ടാനുള്ള ആ ഒരു ആകാംക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. അതുപോലെ ഞാനും തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ, കാരണം വെച്ചാൽ കുഞ്ഞുനാളിലൊക്കെ ഇതുപോലെ TV ചാനലും പത്രങ്ങളിലൊക്കെ മാത്രമുള്ള തിരുവാഭരണം കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ല. അപ്പോൾ ആ ഒരു കാത്തിരിപ്പായിരുന്നു കേട്ടോ ഇനി ഉണ്ടായിരുന്നത്. ഇനി ആദ്യം എന്ന് വെച്ചാൽ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആദ്യം എതിരേൽക്കാൻ, അതായത് വരവേൽക്കാൻ പോകുന്നത് മണ്ഡപത്തെ വീട്ടിലെ സ്ത്രീകളായിരിക്കും. അവർക്കാണ് അവിടെ അതിൻ്റെ ആ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം. സ്ത്രീകളായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ ഈ സ്വീകരിച്ച് വീട്ടിലോട്ട് ആനയിച്ച് കയറ്റുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ വീട്ടിലെ എല്ലാ സ്ത്രീകളും കുടുംബാംഗങ്ങളും ഒക്കെ ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ധന്യ മുഹൂർത്തം എത്താൻ ഏതാനും അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വരുന്നതാണ് പന്തളം രാജകൊട്ടാരത്തിലെ രാജപ്രതിനിധികളുടെ ആളുകളാണ് കേട്ടോ ഈ വരുന്നതൊക്കെ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കേട്ട കഥകളിലും അല്ലെങ്കിൽ ഇതുപോലെ TV ചാനലിലും പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പന്തളം ഒരു കൊട്ടാരത്തെ രാജപ്രതിനിധിയായിട്ട് ആദ്യം മണ്ഡപത്തെ വീട്ടിൽ വന്നിട്ട് അവർ സ്വീകരിച്ച് അവിടെ ഇരുത്താറുണ്ട് കേട്ടോ. ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഇവരെ സ്വീകരിച്ചിരുത്തിയതിൻ്റെ പുറകെ ആയിരിക്കും തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറകെയാണ് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആദ്യമേ കുറച്ച് സ്വാമിമാരൊക്കെ റോഡിന് മുന്നിലൂടെ പോകുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോഴേ ദൂരെ നിന്ന് തന്നെ ശരണമന്ത്രങ്ങൾ മാത്രം കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. സ്വാമിയെ ശരണമയ്യപ്പ എന്നില്ല ധ്വനി മാത്രം കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഈ ജന്മത്തിലെ ഏറ്റവും എന്താ പറയുക ഒരു ധന്യമുഹൂർത്തം അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് ഞാൻ പുണ്യം നേടിയെന്നുള്ള പോലത്തൊക്കെ ഫീലാന്നിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് കാലം നമ്മൾ ആഗ്രഹിച്ചത് നമ്മളെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമൊക്കെ എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു നിമിഷത്തെക്കുറിച്ച് എങ്ങനെയാണോ അത് നിങ്ങളോട് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലും എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മണ്ഡപത്തെ വീട്ടിലെ ആളുകളൊക്കെ പൂമാലയിട്ടിട്ടൊക്കെയാണ് ഭഗവാൻ ശ്രീ അയ്യപ്പനെ തിരുവാഭരണം സ്വീകരിച്ച് വീട്ടിലോട്ട് ആനയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എൻ്റെ കൺമുന്നിലൂടെ ഇത്രയും തൊട്ടടുത്ത് തിരുവാഭരണം പോകുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നുണ്ടായിരുന്നത്. തിരുവാഭരണം വന്ന് അത് കൊണ്ടുവന്ന സ്വാമിമാർ ശിരസ്സെന്ന് വഹിച്ച് താഴെ ഇറക്കി വെച്ചതിന് ശേഷം കഴിഞ്ഞും ആ ഒരു ഭാഗം മുഴുവനും എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ആ ഒരു ചൈതന്യം അവിടെ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു. മണ്ഡപത്തെ വീട്ടിലെല്ലാവരും പൂമാലയിട്ട് തിരുവാഭരണത്തിന് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും അതിൻ്റെ അങ്ങനെ തന്നെയാണ്. വീട്ടുകാരാണ് ആദ്യം വന്നിട്ട് എല്ലാവരും ഇതുപോലെ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചിരിക്കുന്നത്. തിരുവാഭരണം അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഇതുപോലെ ഒരു അവസരം കിട്ടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭഗവാന്റെ ആ തിരുവാഭരണത്തിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ തൊട്ട് നമസ്കരിക്കാനും എനിക്ക് അത് എങ്ങനെയാണോ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ ഈ ഒരു ധന്യമുഹൂർത്തത്തിനെ കണക്കാക്കുന്നുണ്ടായിരുന്നത്. ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ തിരുവാഭരണത്തിൽ ഒന്ന് സ്പർശിക്കാനും ദർശിക്കാനൊക്കെ ഒത്തിരി ഭക്തജനങ്ങളുടെ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് വന്ന രാജപ്രതിനിധിക്കൊക്കെ ചെറിയ രീതിയിൽ മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. തങ്ങളുടെ അയ്യൻ്റെ അടുത്ത് ആദികളും വ്യാധികളും ഒക്കെ ഒന്ന് സങ്കടങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ് നല്ല ഭക്തജനങ്ങളുടെ തിരക്കാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഭക്തിമുഖമായൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. എല്ലാവർക്കും അയ്യനോട് തങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ സങ്കടങ്ങളും ഇതെല്ലാം അവരെല്ലാം പറഞ്ഞു തീർക്കുന്ന പോലെ ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കവിടെ തോന്നിയത്. അതിൻ്റെ കുറച്ചപ്പുറം തന്നെ ഈ മണ്ഡപത്ത് വീട്ടിലെ ആളുകൾക്ക് മാത്രം ചെയ്യുന്നൊരു ചടങ്ങാണ്. അതായത് അവർ പറ നടച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ആ മണ്ഡപത്തിൽ കുടുംബത്തിൽപ്പെട്ട അവർ മാത്രം ചെയ്യുന്നൊരു ചടങ്ങായിരുന്നു. ഏകദേശം 1.5-2 മണിക്കൂറോളം മണ്ഡപത്ത് വീടിൻ്റെ കോമ്പൗണ്ടിൽ ശ്രീ ഭഗവാന്റെ തിരുവാഭരണം ഇറക്കി വെച്ച ഘോഷയാത്ര വീണ്ടും പുറപ്പെടാൻ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വാമിമാരൊക്കെ ശ്രീ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ശിരസ വഹിച്ച് ഘോഷയാത്ര വീണ്ടും പുറപ്പെടുമായിരുന്നു. ആ ഒരു സമയങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തി, എല്ലാവരും ശരണമന്ത്രങ്ങളായിരുന്നു. ഇനി ഇവിടുന്ന് ഘോഷയാത്ര ഹൈവേയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു മഹാവിഷ്ണു അമ്പലമുണ്ട്, അവിടെയും തിരുവാഭരണം ഇറക്കി വെക്കും. അതിനുശേഷം പെരുന്നാട് അയ്യപ്പ ക്ഷേത്രം, അവിടെ നിന്ന് തിരുവാഭരണം വഹിച്ചു കൊണ്ടുപോകുന്ന ഘോഷയാത്രക്കുള്ളവർ ഭക്ഷണമൊക്കെ കഴിച്ച് ലാഹ സത്രം വഴി നേരെ ശബരിമലയിലേക്ക് പോകും. ഇതിൽ സത്രത്തിൽ ഒരു ദിവസം അവിടെ സ്വാമിമാർക്ക് വിശ്രമിക്കാനുള്ള സമയം ഉണ്ടാവുകയും അതിനുശേഷം രാത്രി പുലർച്ചെ 3 മണിക്കാണ് ശബരിമലയിലേക്ക് യാത്ര വീണ്ടും തുടങ്ങുന്നതാണ്. സ്വാമി ശരണമയ്യപ്പ.